بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നബുവത്തിൻ്റെ 11 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. കണ്ണീരിൻ്റെ, ത്യാഗങ്ങളുടെ, പാലായനത്തിൻ്റെ, പ്രാർത്ഥനകളുടെ 11 വർഷങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിക്കുകയാണ്. ശക്തമായി ദഅവത്ത് തുടരുകയാണ്. ഹജ്ജിൻ്റെ സമയമെടുത്തു. വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് ആളുകൾ വരുന്നു. ആ ആളുകളോട് സംസാരിക്കാൻ, അവരുടെ മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുക്കുന്നു. ഖസ്റജുകാരായ ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബയിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുന്നു. ഖസ്റജുകാരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മൻ അൻതു, നിങ്ങൾ ആരാണ്? നഫറും മിനൽ ഹസ്റജ്, അവർ മറുപടി നൽകി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യം, അമിനൽ മവാലി അൽ യഹൂദ്, അഥവാ യഹൂദികളുള്ള നാട്ടിൽ നിന്നാണോ? മദീനയിൽ ജൂതന്മാരുണ്ട്, യഹൂദികളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പം മദീനയിൽ നിന്നാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? അന്ന് മദീന എന്നല്ലല്ലോ പേര്, അന്ന് യസ്രിബ. പിന്നീടാണ് റസൂലുള്ളാഹിയുടെ പട്ടണം എന്ന അർത്ഥത്തിൽ മദീന എന്ന പേര് വരുന്നത്. റസൂലുള്ളാഹിയിലൂടെയാണ് യസ്രിബ് മദീനയാകുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, യഹൂദികൾ ഉള്ള ആ നാട്ടിൽ നിന്നാണോ? ഖാലു നഅം, അതെ എന്ന് അവർ മറുപടി പറഞ്ഞു. അഫലാ തജ്ലിസൂൻ ഉഖല്ലിമുക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒന്നിച്ചിരിക്കാൻ ആവശ്യപ്പെടുകയാണ്, ഒന്ന് സംസാരിക്കാൻ, ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അവർ തയ്യാറാകുന്നു. ഫജലസു മഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖസ്റജികൾ അവരിരുന്നു. ഫദആഹും ഇലല്ലാഹി അസ്സ വജൽ വഅറള അലൈഹിം അൽ-ഇസ്ലാം വതല അലൈഹിമുൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. യഥാർത്ഥ ഇസ്ലാം അവർക്ക് പരിചയപ്പെടുത്തി. അവർക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദികളിൽ നിന്ന് മുന്നേ അവർ പ്രവാചകനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു പ്രവാചകൻ വരാനുണ്ട്, പ്രവാചക നിയോഗം സംഭവിക്കാനിരിക്കുന്നു, ആ നാളുകൾ അടുത്തിട്ടുണ്ട്. അത് യഹൂദികളിൽ നിന്ന് മദീനക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി, ഇത് ആ നിയോഗിക്കപ്പെടാനിരിക്കുന്ന പ്രവാചകനാണ്. കാരണം യഹൂദികൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ന നബിയ്യൻ മബ്ഊസുൻ അൽആൻ, ഇതാ അധികം താമസിയാതെ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടാനുണ്ട്. ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം യഹൂദികൾ കരുതിയത് അവരിലാണ് ആ പ്രവാചകൻ വരിക എന്നാണ്. മദീനക്കാർ അവർ തിരിച്ചറിയുകയാണ്, ആ യഹൂദികൾ പറഞ്ഞ അന്തിമ പ്രവാചകൻ, വരാനിരിക്കുന്ന ആ പ്രവാചകൻ, തീർച്ചയായും ആ പ്രവാചകൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. 6 ആളുകളായിരുന്നു ആ സമയത്ത് റസൂലുള്ളാഹിയുടെ മുന്നിലുള്ളത്. ചില അഭിപ്രായ പ്രകാരം 8 പേർ എന്നൊക്കെ പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. അസ്അദ് ഇബ്നു സുറാറ, റാഫി' ഇബ്നു മാലിക്, ഔഫ് ഇബ്നു ഹാരിസ്, ഖുത്ബ ഇബ്നു ആമിർ, ഉഖ്ബത്ത് ഇബ്നു ആമിർ, ജാബിർ ഇബ്നു അബ്ദില്ല. വളരെ പ്രസിദ്ധനായൊരു ജാബിർ ഇബ്നു അബ്ദില്ല ഉണ്ട്. ആ ജാബിർ അല്ല, ഈ ജാബിർ. ഈ 6 ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. അവർ തിരിച്ച് മദീനയിലേക്ക് മടങ്ങുകയാണ്, യസ്രിബിലേക്ക് അവരെത്തുകയാണ്. മദീനയിൽ ഇസ്ലാം നാമ്പിടുകയാണ്, ഇസ്ലാം ആരംഭിക്കുകയാണ്. ഈ 6 ആളുകൾ മദീനയിലെ വീടുകളിൽ കയറി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഓരോ വീട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴങ്ങിക്കേട്ടു. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രവാചകനെ കുറിച്ച്
മദീനയിലെ വീടുകളിൽ ചർച്ചയായി. അവരുടെ ഒന്നിച്ചുള്ള ഇരുത്തങ്ങളിൽ സംസാരമായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായ ഒരു ആദർശമായി മാറി. മദീനയിൽ പ്രമുഖമായ 2 ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. രണ്ടും ബന്ധുക്കളാണ്, കുടുംബങ്ങളാണ്. എന്നാൽ 120 വർഷങ്ങളായി പരസ്പരം അകന്നുകൊണ്ടുള്ള കലഹങ്ങളാണ് മദീനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ഗോത്രങ്ങളും അവർക്കിടയിൽ യഹൂദികൾ ഭിന്നിപ്പുണ്ടാക്കി. ഏത് കാലഘട്ടത്തിലും യഹൂദികളുടെ തന്ത്രം അങ്ങനെയാണ്. ഭിന്നിപ്പിച്ചുകൊണ്ട്, ഒന്നിക്കേണ്ടവരെ ഭിന്നിപ്പിച്ചുകൊണ്ട്, പരസ്പരം തമ്മിലടിപ്പിച്ച് അവർ രക്തം ചിന്തുന്നത് കണ്ട് ആ രക്തം കുടിക്കുന്ന കുടില തന്ത്രമാണ് ഏത് കാലഘട്ടത്തിലും യഹൂദികൾ പയറ്റിയിട്ടുള്ളത്. അതന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മുസ്ലിം സമുദായം അത് തിരിച്ചറിയുന്നില്ല. പരസ്പരം തമ്മിലടിപ്പിക്കുന്നത്, പരസ്പരം രക്തം ചിന്തിക്കുന്നത് ജൂതതന്ത്രമാണ് എന്ന് തിരിച്ചറിയാതെ മുസ്ലിം സമുദായം തമ്മിലടിക്കുന്ന ദുരവസ്ഥയാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. അങ്ങനെ മദീനയിൽ 2 ഗോത്രങ്ങളും പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു കാലം. പിന്നീട് നബുവത്തിൻ്റെ 12-ാം വർഷം വീണ്ടും ഹജ്ജിൻ്റെ കാലമെടുക്കുകയാണ്. മദീനയിൽ നിന്ന് 12 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തുന്നു. മുമ്പ് വന്ന 5 ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അഖബയിൽ വെച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ബൈഉനി അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് ബൈഅത്ത് ചെയ്യണം. അതാണ് ഇസ്ലാമിൻ്റെ കാതൽ. അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം സ്വീകരിച്ചാൽ ആദ്യം ആ മനുഷ്യൻ എടുത്തെറിയേണ്ടത് മറ്റാരാധ്യന്മാരെയാണ്, വിഗ്രഹങ്ങളെയാണ്, അവരുടെ ഹൃദയത്തിൽ നാട്ടിയ ജാറങ്ങളെയാണ്, പുണ്യപുഷ്പങ്ങളെയാണ്, പുണ്യമരങ്ങളെയാണ്, ഏലസും തകിടുമാണ്. അങ്ങനെ ഏലസും തകിടും ജാറങ്ങളും വിഗ്രഹങ്ങളും ഹൃദയത്തിൽ കയറ്റി വെച്ച് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആശയം വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ബൈഅത്ത്, ഒന്നാമതായി പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. വലാ തസ്രിഖു വലാ തസ്നു വലാ തഖ്തുലു ഔലാദകും, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ സിനയിൽ ഏർപ്പെടരുത്, വ്യഭിചാരത്തിൽ ഏർപ്പെടരുത്, നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്. അങ്ങനെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു. മദീനക്കാർ ബൈഅത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാമെന്നും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകി. മദീനക്കാർ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹും ശാബൻ മിൻ ശബാബിൽ മുസ്ലിമീൻ അസ്സാബിഖൂനൽ അവ്വലീന ഇലൽ ഇസ്ലാം ഹുവ മുസ്അബ് ഇബ്നു ഉമൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചു മടങ്ങുമ്പോൾ ഒരു യുവാവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. യുവാവ് യുവാവ് മുസ്അബ് ഇബ്നു ഉമൈർ, വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ. ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിധ്യത്തിലാണ്. മക്കക്കാർ കൊതിയോടുകൂടെ കാത്തിരുന്ന് കണ്ട അത്ര സൗന്ദര്യമുള്ള, മക്കയിൽ ഏതൊരാളുടെ മനസ്സിലും സ്ഥാനമുള്ള മുസ്അബ് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതമായിരുന്നു. ആർഭാടങ്ങൾ വഴിമാറി, സൗന്ദര്യ പ്രകടനങ്ങൾ വഴിമാറി. അദ്ദേഹം ഒരു പൂർണ്ണ മുസ്ലിമായി. ഇസ്ലാമിൻ്റെ തീരങ്ങളിൽ, ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ അദ്ദേഹം സൗന്ദര്യം കണ്ടു. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആയുസ് അദ്ദേഹം മാറ്റിവെച്ചു. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക്, യസ്രിബിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കണം, ആ നാട്ടിൽ ഇസ്ലാം എത്തിക്കണം, ഷിർക്കു നീക്കി തൗഹീദ് പരത്തണം, ബിദ്അത്ത് നീക്കി സുന്നത്ത് എത്തിക്കണം, ഇരുട്ട് നീക്കി വെളിച്ചം എത്തിക്കണം. മുസ്അബ് മദീനയിലെത്തുന്നു. മദീനയിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം പരക്കുകയായി. ഓരോ ആളുകളിലും ചെന്ന് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ബനു അബ്ദിൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ നേതാവായ
സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. മുസ്അബ് റളിയല്ലാഹു തആല വധിക്കാൻ വേണ്ടി കടാരയുമായി വന്നവരാണവർ. അതുപോലെ തന്നെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരെയും മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഗോത്ര നേതാക്കന്മാരാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ആ ഒരു ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ആ ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്നു. ഒരാൾ മാത്രമാണ് അന്ന് മാറി നിന്നത്, അംർ ഇബ്നു സാബിത്ത്. അദ്ദേഹം പിന്നീട് ഉഹദിന്റെ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. വസ്തുഷ്ഹിദ ബി ഉഹദിൻ വലം യുസല്ലി ലില്ലാഹി സജദതൻ ഖത്ത് വഅഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മിൻ അഹ്ലിൽ ജന്ന. ഉഹദിന്റെ ദിവസം റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് ഉഹദിന്റെ മണ്ണിൽ സ്വർഗം കൊതിച്ചുകൊണ്ട് എടുത്തു ചാടുന്ന മഹാനായ അംർ ഇബ്നു സാബിത്തിനെ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ പോലും അദ്ദേഹം സുജൂദ് ചെയ്തിട്ടില്ല. ഒരു തക്ബീറോ ഒരു തഹ്ലീലോ ഒരു തസ്ബീഹോ അദ്ദേഹത്തിന്റെ നാവിലൂടെ ഉരുവിട്ടിട്ടില്ല. ഒരു പേജ് ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു അമലുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. എന്നാൽ ഇന്നലകളിലേക്ക് നോക്കുമ്പോഴോ, ഇന്നലകളിൽ ഷിർക്കിന്റെ ഇരുട്ടുണ്ട്, ജാഹിലിയത്തിന്റെ എല്ലാ അമലുകളും അദ്ദേഹത്തിലുണ്ട്. എന്നാൽ അവസാന നിമിഷത്തിൽ ഇസ്ലാം പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്, അദ്ദേഹം സ്വർഗത്തിലാണ്. പ്രിയമുള്ളവരെ, സർവീസുകൾ കൊണ്ടല്ല കാര്യം. ചില ആളുകൾ പറയും, ഞാനാണ് ഇവിടെ തുടക്കക്കാരൻ, ഞാനാണ് പള്ളി ഉണ്ടാക്കിയത്, ഇവിടെ ആദ്യം തൗഹീദ് എത്തിച്ചത് ഞാനാണ്, അന്ന് ആരുമില്ല, കുറേ അടി കൊണ്ടു, കുറേ പ്രയാസം സഹിച്ചു, കുറേ ത്യാഗം ചെയ്തു. നമ്മളിങ്ങനെ നമ്മുടെ സർവീസ് ഇങ്ങനെ പറയും, 10 കൊല്ലം 20 കൊല്ലം. നമ്മുടെ അവസാനം എങ്ങനെ? നമ്മൾ മരണപ്പെടുന്നത് ഏതൊരു ആദർശത്തിലാണ്? നമ്മൾ മരണപ്പെടുന്നത് ഏതൊരവസ്ഥയിലാണ്? അങ്ങനെയാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. നമ്മുടെ അവസാനമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നന്മയിൽ മത്സരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 5 വർഷമാണ് അദ്ദേഹത്തിന് ഇസ്ലാമിൽ കിട്ടിയത്. ആ 5 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമാറുള്ള അമലുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ചെയ്തു വെച്ചു. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല ആണ്. മാത്രവുമല്ല, മുസ്അബ് ഹൃദയങ്ങളെ അടുപ്പിച്ചു. ഇസ്ലാം അങ്ങനെയാ, ഹൃദയങ്ങളെ ഇണക്കും. ഇസ്ലാം പിണക്കമല്ല, ഇസ്ലാം ഇണക്കമാണ്. ഹൃദയങ്ങൾ അടുപ്പിക്കും, ഹൃദയങ്ങളിൽ ഇണക്കമുണ്ടാക്കും. 120 കൊല്ലം നീണ്ടുനിന്ന യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്, അക്രമങ്ങൾ അവസാനിക്കുകയാണ്, ഔസും ഖസ്റജും ഒന്നിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങൾ ചേർന്ന് ഒന്നാവുകയാണ്. ആ ഹൃദയങ്ങളെ ചേർത്ത ആദർശമാണ് ഇസ്ലാം. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാരികളായി അവർ മാറുകയാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. സൗമ്യമായ ഹൃദയമാണ് അവരുടേത്, മൃദുലമായ ഹൃദയമാണ് അവരുടേത്, ഇണക്കമുള്ള മനസ്സുകളാണ് അവരുടേത്. അവരുടെ അസ്ലി എന്നുള്ളത് യമനാണ്, യമനിൽ നിന്നാണ് അവരെത്തിയിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാരികളായി മദീനക്കാർ പ്രവാചകനെ സ്വീകരിക്കാൻ അവരുടെ നാട് പാകപ്പെടുകയാണ്, അവരുടെ മനസ്സു പാകപ്പെടുകയാണ്. ആ മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.